എൻ്റെ പല കസ്റ്റമേഴ്സിനും മുൻപുണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് പച്ചക്കറി വിളകളിലെ പൂക്കൾ കൊഴിഞ്ഞു പോകുക എന്നത്. ആൺപൂക്കളും കൊഴിഞ്ഞു പോകുന്നു, പെൺപൂക്കളും കൊഴിഞ്ഞു പോകുന്നു എന്നതായിരുന്നു പ്രശ്നം. പല കാരണങ്ങളുണ്ട്. അധിക ജലസേചനം മൂലം ചെടികളുടെ ചുവട്ടിലുള്ള വളങ്ങൾ ശോഷണം ചെയ്യപ്പെട്ടു പോകുന്ന ഒരു കാരണമാണ്. പ്രകൃതിയിലുണ്ടാകുന്ന താപവ്യത്യാസങ്ങൾ ഒരു കാരണമാണ്. പരാഗണം നടത്തുന്നതിനുള്ള തേനീച്ചകളുടെ അഭാവം അതും മറ്റൊരു കാരണമാണ്. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരുന്നിട്ടും പൂക്കൾ കൊഴിഞ്ഞു പോകുന്ന അവസരത്തിൽ നമുക്ക് കൃത്രിമ പരാഗണ രീതി നടത്തി കായകൾ കൊഴിഞ്ഞു പോകുന്നത് തടയാം. ഇവിടെ മത്തനിൽ എങ്ങനെ കൃത്രിമ പരാഗണം നടത്തി വിജയിപ്പിക്കാമെന്നാണ് കാണിക്കുന്നത്. ഇത് മത്തനിലെ പെൺപൂവ് 3 ദിവസം കൊണ്ട് കൊഴിഞ്ഞു പോയതാണ്. ഈ കാവൊഴിച്ചിലാണ് നമ്മൾ കൃത്രിമ പരാഗണത്തിലൂടെ പരിഹരിക്കാൻ പോകുന്നത്. കൃത്രിമ പരാഗണത്തിനായി നമ്മൾക്ക് ആൺപൂവിനെയും പെൺപൂവിനെയും വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്. ഈ കാണുന്നത് ആൺപൂവിൻ്റെ മധ്യഭാഗമാണ്. കേസരപുടം അല്ലെങ്കിൽ ആന്തർ എന്ന് വിളിക്കുന്ന ഭാഗമാണ്. ഇവിടെയാണ് പരാഗരേണുക്കൾ കാണപ്പെടുന്നത്. ആൺപൂക്കൾ കാണപ്പെടുന്നത് ചെടിയിൽ നിന്നൊരു ദണ്ടും അതിൻ്റെ അഗ്രഭാഗത്തായിട്ട് പൂവുമാണ് ഉണ്ടാവുക. പെൺപൂക്കൾ കാണപ്പെടുന്നത് ചെടിയിൽ നിന്ന് ഒരു ദണ്ടും അതിൻ്റെ അഗ്രഭാഗത്ത് കായും അതിന് മുകളിലായിട്ട് അതിൻ്റെ പൂവും കാണപ്പെടും. മറ്റൊരു രീതിയിലും നമുക്ക് പെൺപൂവിനെ തിരിച്ചറിയാം. പെൺപൂവിൻ്റെ ഉള്ളിൽ അതിൻ്റെ ജനിപുടം വിരലുകൾ കൂട്ടിവെച്ചിരിക്കുന്ന പോലെ കാണാം. ഇതാണ് മത്തനിലെ പെൺപൂവ്. ഇവിടെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് ആൺപൂവും പെൺപൂവും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റും. ഇത് ആൺപൂവാണ്, ഇത് പെൺപൂവ്. ആൺപൂവും പെൺപൂവും തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രകടമായിട്ട് തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാം. കൃത്രിമ പരാഗണത്തിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മത്തനിലെ ആൺപൂവിനെ ആ ചെടിയിൽ നിന്ന് വളരെ ശ്രദ്ധാപൂർവം പൊട്ടിച്ചെടുത്ത് അതിൻ്റെ ഇതളുകൾ വളരെ ശ്രദ്ധാപൂർവം നടത്തിക്കളയണം. ഇപ്പോൾ നമുക്ക് അതിൻ്റെ കേസരപുടം മാത്രമായിട്ട് കാണാം. പരാഗരേണുക്കൾ ഇരിക്കുന്ന ഭാഗമാണ് കേസരപുടം. ഇതിൻ്റെ പരാഗരേണുക്കൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ കാണാം. ഇതാണ് പരാഗരേണുക്കൾ. ഇത് മത്തനിലെ പെൺപൂവിൻ്റെ മധ്യഭാഗമാണ്. ജനിപുടം ഇരിക്കുന്ന ഭാഗമാണ്. ഇവിടെ ധാരാളം തേനീച്ചകളുണ്ട്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിൽ പരാഗരേണുക്കൾ തേനീച്ചകളാൽ നിക്ഷേപിക്കപ്പെട്ടിട്ടില്ല. അനുകൂലമായ എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും തേനീച്ചകൾ വന്നിട്ട് പോലും പരാഗണം നടക്കാത്തത് നമ്മൾ കണ്ടതാണ്. ഇവിടെയാണ് കൃത്രിമ പരാഗണത്തിൻ്റെ പ്രസക്തി. ഇത് നേരത്തെ അടർത്തിയെടുത്ത ആൺപൂവാണ്. അതിൻ്റെ കേസരപുടം പെൺപൂവിൻ്റെ മധ്യഭാഗത്ത്, അതായത് ആൺപൂവിൻ്റെ പരാഗരേണുക്കൾ പെൺപൂവിൻ്റെ മധ്യഭാഗത്ത് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കേടുപാടുകൾ ഒന്നും പറ്റാതെ ആൺപൂവിലെ പരാഗരേണുക്കൾ പെൺപൂവിൻ്റെ മധ്യഭാഗത്ത് നിക്ഷേപിക്കുക. കൃത്രിമ പരാഗണം ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കാണുന്നത് കൃത്രിമ പരാഗണത്തിന് ശേഷമുള്ള മത്തനാണ്. ഇപ്രകാരമുള്ള കൃത്രിമ പരാഗണം നമ്മൾക്ക് വെള്ളരി വർഗ്ഗങ്ങളിൽ എല്ലാത്തിലും പരീക്ഷിക്കാവുന്നതാണ്. 100% വിജയകരമായ ഒരു രീതിയാണ് കൃത്രിമ പരാഗണം. കൃത്രിമ പരാഗണത്തിന് ശേഷം ഉണ്ടായ മത്തനിൽ തൂക്കത്തിലും വ്യത്യാസമുണ്ട്, വലുപ്പത്തിലും വ്യത്യാസമുണ്ട്. ഇത് നിങ്ങൾ തന്നെ കൃത്രിമ പരാഗണം നടത്തി നോക്കി അറിയുക. കൃത്രിമ പരാഗണത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ എന്നോട് ചോദിക്കാവുന്നതാണ്. അതിനുള്ള മറുപടിയും ഞാൻ തരുന്നതാണ്. എൻ്റെ പേര് ഷാബി മോഹൻ, ബയോട്ട ഗാർഡൻ സ്റ്റോർ, കലൂർ, എറണാകുളം. നന്ദി.